Yes, ma'am. Good afternoon. I have the report card. Hello, ma'am. Yes, ma'am. Ryan വന്നില്ല. റയാൻ ഉണ്ട്. റയാൻ എന്റെ ബാക്കിലുണ്ട്. റയാൻ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. എന്താണ് നടക്കാൻ പോണത്? ടെൻഷനാണോ? ആ, ടെൻഷനുണ്ട്. എത്ര മാർക്സ് എന്ന് അറിയാനുള്ള ടെൻഷനുണ്ട്. Asba ma'am, progress card. Did you show them the progress card? No. I'm sharing. I'm just mentioning. We just started. We were waiting for you. Yes, ma'am. Did you start recording? Yes, ma'am. We have started. You can start because Vardha ma'am, she had continuous classes today, so I'll join on behalf of her. Oh, okay. Ma'am, Ryan ne വിളിച്ചോളൂ ma'am. റയാൻ, അത് വാ. റയാനെ, റയാനെ, ഇവിടെ വന്നേ. ഇവിടെ വാ. ഇങ്ങ് വന്നേ. Ryan, don't you want to see your marks? Come, Ryan. Ryan. നമ്മൾ ഇത്തവണ ഗ്രേഡ് ആയിട്ടാണ് എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത്. മാർക്സ് അല്ല. മാർക്സ് വെച്ചിട്ട് നമ്മൾ പെർസെന്റേജ് കണക്കാക്കി അതിനനുസരിച്ചിട്ടുള്ള ഗ്രേഡിംഗ് സ്കെയിലൊക്കെ ഇവിടെ ഉണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഗ്രേഡാണ് കൊടുത്തിട്ടുള്ളത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ആ, കാണാൻ പറ്റുന്നുണ്ട്. Ma'am, just a ഇതില് first paper ഉണ്ടല്ലോ. വലിയ കുഴപ്പമില്ലല്ലോ. നല്ല മാർക്ക് ആക്ച്വലി റയാന് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എല്ലാം പ്രൊജക്ട്സ് അവൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം പ്രൊജക്ട്സിലും ആൾക്ക് ആക്ച്വലി ഫുൾ മാർക്കാണ്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ അസൈൻമെന്റ്സ് ആണ്. ഞാൻ ലാസ്റ്റ് ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അസൈൻമെന്റ്സ് കംപ്ലീറ്റഡ് അല്ലാന്ന്. ആൾ ഈ സെമിൽ എല്ലാ അസൈൻമെന്റ്സും ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലസ് എല്ലാത്തിനും ആൾക്ക് ഫുൾ മാർക്ക്. A+ എന്ന് പറഞ്ഞാൽ 90 above ആണ്. A സ്റ്റാർ എന്ന് പറഞ്ഞാൽ. സോ എല്ലാത്തിനും ആൾക്ക് 90 above ഉണ്ട്. ജസ്റ്റ് ഈ ഫസ്റ്റ് എക്സാം നമ്മൾ എഴുതിയില്ല, ലെറ്റ്സ് ഗോ പ്ലേസസ് SS അത് മാത്രം ആയിപ്പോയി. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ടെൻഷനിൽ എഴുതിയതായിരിക്കും. ഫസ്റ്റ് പേപ്പർ ആയിരുന്നു അത്. അതിന്റെ നെക്സ്റ്റ് ഫസ്റ്റ് പേപ്പർ എല്ലാ കുട്ടികളുടെയും ഫസ്റ്റ് പേപ്പറിൽ കുറച്ച് മാർക്ക് കുറവുണ്ട്. ഒരു ഫസ്റ്റത്തെ സ്റ്റാർട്ടിങ് ട്രബിൾ ആണ് അത്. ആളുടെ ഇങ്ങനെ കുറച്ച് ടെൻഷൻ കൂടുതലാണ്. എക്സാം ഒക്കെ എഴുതാനിരിക്കുമ്പോഴാണേലും പുള്ളിക്ക് ഇങ്ങനെ വിറച്ചിട്ടാണ് ഇരിക്കുന്നത്. അത് ജസ്റ്റ് ഫസ്റ്റ് പേപ്പർ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ഈ സെക്കൻഡും തേർഡും വന്നപ്പോഴത്തേക്ക് നമുക്ക് നോക്കാലോ. ഇവിടെ തന്നെ കണ്ടില്ലേ A സ്റ്റാർ ആണ് ബാക്കി 2 പേപ്പറിലുള്ളത്. A സ്റ്റാർ, സെക്കൻഡ് ലാംഗ്വേജ് A സ്റ്റാർ ആണ്. ആള് നല്ലോണം പഠിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ക്ലാസ്സിൽ ഭയങ്കര അറ്റൻറ്റീവ് ആണ്. ഫുൾ പാർട്ടിസിപ്പേഷൻ. ഞാൻ ഇപ്പോഴും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കല്ലേ. ആള് ഭയങ്കര പാർട്ടിസിപ്പേറ്റീവ്. ഒരു കംപ്ലൈന്റ് പറയാനേ ഇല്ല. കൊച്ചിന് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. താങ്ക് യു മാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം റയാൻ ആദ്യമായിട്ടല്ലേ അവൻ ഇപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നത് ആദ്യമായിട്ട്. അവന്റെ കുഞ്ഞിലെ ആയിരുന്നു ആ കോവിഡ് ടൈമില് ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്നത്. ഇപ്പൊ പിന്നെ ആദ്യമായിട്ടാണ് അവൻ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ ആദ്യമേ ആളിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇച്ചിരി ഗെയിം കളി കൂടുതലാണ്. ആ ഒരു ഇതുണ്ട്. ഒരു ഗെയിം കിറ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് ഗെയിംസ് ഉണ്ട് അവർക്ക്. ആ, അല്ല, എർദാനാണ് ഫ്രണ്ട്. എർദാനും റെവിനും ഒക്കെയാണ് ഫ്രണ്ട്. ഇൽഹാമും ഉണ്ട് കൂട്ടത്തില്. ഇൽഹാം എപ്പോഴും ഒന്നുമില്ല, വല്ലപ്പോഴും. പിന്നെ അത് കഴിഞ്ഞാൽ ജിമെയിലിൽ ഒരു പോക്കുണ്ട്. ക്ലാസ് കഴിഞ്ഞ ഉടനെ ജിമെയിലിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവരെല്ലാരും അങ്ങോട്ടേക്ക് പോകും. ആ, ഭയങ്കര ചാറ്റിംഗ് ആണ്. വാപ്പച്ചി ഒരു പ്രാവശ്യം പിടിച്ചിട്ട് പറഞ്ഞു ഇപ്പോഴും ഗെയിമിന്റെ ആവശ്യമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു നീ വലുതായി പഠിച്ചൊരു ജോലിയൊക്കെ ആയിട്ടിരുന്ന് കളിച്ചോ, കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ കളിക്കണ്ടെന്ന് പറഞ്ഞു. കംപ്ലൈന്റ് പറയാൻ ഒന്നുമില്ല. ആള് നല്ലോണം പോകുന്നുണ്ട്. ഇതേ രീതിയിൽ അസൈൻമെന്റ്സും പ്രൊജക്ട്സും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സിലും ഭയങ്കര അറ്റൻറ്റീവ് ആണ്. ക്ലാസ് കറക്റ്റ് ടൈമിൽ കയറുന്നുണ്ട്. റയാൻ എല്ലാം കറക്റ്റ് ആയിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നോ കംപ്ലൈന്റ്സ് ഫ്രം അവർ സൈഡ്. മാം എന്ത് പറയണം മാം? സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയാണ്. ഹിന്ദി സെറീൻ മാം ആണ്. സെറീൻ മാം ആയിരുന്നു. ഇപ്പൊ ആതിര മാമിന്റെ ക്ലാസ്സിലേക്ക് ആള് പ്രൊമോട്ട് ആയിട്ടുണ്ട്. സെറീൻ മാമിന്റെ ക്ലാസ്സിൽ ഇപ്പൊ PTM നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ടീച്ചേഴ്സ് കുറെ ക്ലാസ് ഒരുപോലെ നടക്കുകയാണ്. പക്ഷെ ആൾക്ക് നല്ല മാർക്കുണ്ട്. സെക്കൻഡ് ലാംഗ്വേജ് എല്ലാത്തിനും A സ്റ്റാർ ആണുള്ളത്. പക്ഷെ അന്ന് അറിഞ്ഞിരുന്നില്ല ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അല്ലെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ
കുറച്ചും കൂടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തേനെ, അവന് പഠിപ്പിച്ച് കൊടുത്തേനെ. പക്ഷെ ഓരോ ക്വസ്റ്റ്യൻ ഉണ്ട് ആൾക്ക് 90 above സെക്കൻഡ് ലാംഗ്വേജിലും ഉണ്ട്. ഓക്കെ എല്ലാം നല്ലോണം ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു മാം. ഇതിന്റെ പുറകിൽ ഞാനിങ്ങനെ നടക്കണം. ഈ വർക്ക്സ് ഒക്കെ ആണെങ്കിൽ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇരുന്ന് പറഞ്ഞ് വേണം ചെയ്യിക്കാൻ, അല്ലാതെ സ്വന്തമായിട്ട് ഒന്നും ചെയ്യത്തില്ല. അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം, അതല്ലാണ് ബാക്കിയെല്ലാം ഓക്കെ. പിന്നെ മാം ഈ തീം ബേസ്ഡ് ലേണിംഗിന്റെ ഒരു ടേം നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലോ, മാമിന് എന്താണ് ഇത് പറയാനുള്ളത് ഫീഡ്ബാക്ക്? അവർക്ക് ക്ലാസ്സില് ഇത് ലെസൺ നോട്ട്സ് ഇടുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് പോയിന്റ്സ് ഒന്ന് ആഡ് ചെയ്തിട്ട് ഇട്ടാല് ഭയങ്കര നന്നായിരുന്നു. കാരണം ഞാൻ എടുത്ത് നോക്കുമ്പോ കുറച്ച് മാത്രമേ ഉള്ളൂ അതിനകത്ത്, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഗൂഗിളിൽ ഒന്ന് ചെക്ക് ചെയ്യും. അപ്പൊ അതിനകത്ത് മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഇത്തവണത്തെ നല്ലപോലെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്, കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളതായിരിക്കും വരുന്നത്. ഓക്കെ മാം, ഞാൻ അത് പറയണമെന്നുണ്ടായിരുന്നു. കാരണം ആ ലെസൺ നോട്ട്സ് എടുക്കുമ്പോ അതിനകത്ത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. മാത്സിന് എങ്ങനെയുണ്ട് റയാന്? മാത്സ് ഇച്ചിരി ഒരു പ്രോബ്ലം ആണ് ആളിന്. അപ്പൊ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നീ ക്ലാസ്സിൽ തന്നെ ക്ലിയർ ചെയ്യാനാ പറഞ്ഞത്. മാത്ത് പേപ്പർ ഞാനാണ് ആക്ച്വലി കറക്റ്റ് ചെയ്തത്. ആള് ഡിവിഷൻ ഫ്രാക്ഷനിലൊക്കെ ഭയങ്കര നല്ലതാണ്. ഫുൾ ആൻസേഴ്സ് പക്ഷെ മാത്സിൽ കറക്റ്റ് ആയി കിട്ടിയത്. എനിക്കത് ലാംഗ്വേജിലാണെന്നാലും കുറച്ച് ഗ്രാമറിൽ കുറച്ച് മാർക്സ് ആ പ്രശ്നം മാത്തിലൊക്കെ മാർക്ക് ഉണ്ട്. ആള് സ്റ്റെപ്സ് ചെയ്തു, ലാസ്റ്റ് ആൻസർ ചെയ്തു. ആ ആൻസറും കറക്റ്റ് ആണ്, പക്ഷെ എങ്ങനെ കിട്ടിയെന്ന് നമ്മൾ അറിയണ്ടേ. ഓക്കെ, ഞാൻ അവനോട് പറയും അതിൽ തന്നെ സ്റ്റെപ്പ് ചെയ്യാൻ ഞാൻ പറയും. അത് കറക്റ്റ് ആയിട്ട് നിങ്ങളിപ്പോ എഴുതുന്നതിനകത്ത് തന്നെ ഇപ്പൊ രണ്ടാമത്തെ ആളിനും ആ ഒരു പ്രശ്നമുണ്ട്. സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് മോള് പഠിക്കുന്നത്, നൈല. അപ്പൊ അവള് എഴുതും, വേറൊരു പേപ്പറിൽ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് ആൻസർ മാത്രം അവിടെ എഴുതി വെക്കും. ഞാൻ പറഞ്ഞു അങ്ങനെ ആൻസർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്റ്റെപ്സ് ഇല്ലായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ആൻസർ കറക്റ്റ് കിട്ടിയതിന്റെ കറക്റ്റ് ആൻസർ ആണ്, സ്റ്റെപ്സ് ഇല്ലായിരുന്നു. അത് തന്നെ, അതിന്റെ അടുത്ത് ഏതെങ്കിലും ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ടേബിളിന്റെ പുറത്തോ കാണും അത് ചെയ്തിട്ടേക്കുന്നത് അവിടെ കാണും. അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ പിന്നെ നമ്മള് ഓറിയന്റേഷൻ ടെക് ആൻഡ് തിങ്കേഴ്സ് വീക്കിനെ പറ്റിട്ട് എന്താണ് മാമിന്റെ അഭിപ്രായം? എനിക്ക് ഭയങ്കര നല്ല അഭിപ്രായമാണ്. അവന് ഭയങ്കര ഷൈ ആണ് ആളിങ്ങനെ ഡാൻസ് ചെയ്യാനൊക്കെ, പക്ഷെ നന്നായിട്ട് ഡാൻസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ സുംബ ഞാൻ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് സുംബയില് അവനെ ആഡ് ചെയ്തത്. അപ്പൊ ആദ്യമേ എന്റെ അടുത്ത് ഭയങ്കര ചാട്ടമായിരുന്നു. ഉമ്മച്ചി എന്നോട് ഒരു അഭിപ്രായം ചോദിച്ചില്ലല്ലോ, ഉമ്മച്ചി എന്നോട് അഭിപ്രായം ചോദിക്കാതെ എന്നെ എന്തിനാ അതിനകത്ത് ആഡ് ചെയ്തത്, എന്റെ ഇഷ്ടം നോക്കണ്ടേ. ഞാൻ പറഞ്ഞു നീ ഇപ്പൊ അവിടെ ഇരി, നിന്റെ സമയം വരുമ്പോ ഞാൻ നിന്നോട് അഭിപ്രായം ചോദിക്കാം. അപ്പൊ വാപ്പച്ചിയോടത്തോ അത് തന്നെ പറഞ്ഞു. അപ്പോഴും പറഞ്ഞാ നിന്റെ സമയം ആവട്ടെ, അപ്പോഴും നിന്റെ ഇതനുസരിച്ച് ഇരുത്താം. പക്ഷെ ആള് നന്നായിട്ട് പങ്കെടുത്തെന്നാണ് എന്റെ ഒരു ഇത്. അവര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ആദ്യമത്തെ ക്ലാസ് കഴിഞ്ഞപ്പോഴേ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഉമ്മച്ചി അടിപൊളിയായിരുന്നു, എന്തായാലും നന്നായി എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അത് നല്ലൊരു ആളിന് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ഒക്കെ ചെയ്യാൻ. പക്ഷെ ഫസ്റ്റ് ഒരു ഷൈ ആണ് ആള്, എല്ലാ കാര്യത്തിനും ആ ഒരു ഇതുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു വീക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ 3 പേരുടെ കാര്യത്തിലാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നൈലാക്കും പക്ഷെ ഈ ഡാൻസിൻ്റെതായിട്ട് മിൻഹാക്കും ഉണ്ടായിരുന്നു, ഫൺ ഡാൻസ് സെക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നൈലാക്ക് അതില്ലാതെ പോയ ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങൾക്ക് മാത്രം ഡാൻസിന്റെ ഒന്നുമില്ല, ഇക്കച്ചിക്കും ഉണ്ട് മിൻഹാക്കും ഉണ്ട്, എനിക്ക് മാത്രം ഇല്ല എന്ന് പറഞ്ഞിട്ട് നൈലാക്ക് ഭയങ്കര വിഷമമായിരുന്നു. ആ ഒരു വീക്ക് 3 പേരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്പോർട്സ് മീറ്റിനെ പറ്റി എന്താ ഒന്നും പറയുന്ന നമ്മളെല്ലാരും ഒരേപോലെ അബ്ദാമാൻ ഇവിടെ ഉണ്ടായിരുന്നു, നമ്മളെല്ലാം പങ്കെടുത്ത് എനിക്കും ഒരു ഗോൾഡ് മെഡൽ കിട്ടി. അപ്പൊ അത് പിള്ളേരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. കാരണം കുറെ നാളായിട്ട് ഇങ്ങനെ കാണാതിരുന്നിട്ട് അവര് കാണുമ്പോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സായിട്ടൊക്കെ കളിച്ച് കുറെ നേരം കളിച്ചു. പിന്നെ അവിടെ കയറി അവരങ്ങ് പോയി, പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. പിന്നെ ലാസ്റ്റ് വരാൻ നേരത്തായിരുന്നു ഇങ്ങനെ എല്ലാരെയും പിടിച്ചിട്ട് വന്നത്. അതുപോലെ തന്നെ പിന്നെ അന്നത്തെ കുറച്ച് ടൈമൊക്കെ കൂടിപ്പോയി, അങ്ങനെയുള്ള ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്ത് നന്നായിരുന്നു. ഓക്കെ, നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ അസസ്മെന്റിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട് ഇനി നെക്സ്റ്റ് ഈ ടേമില്, സ്പ്രിംഗ് ടേമിൽ വരുന്നത്. ലാസ്റ്റ് ടൈം നമ്മള് ടേമെന്റിൽ അസസ്മെന്റ് നടത്താണ് ചെയ്തത്. അപ്പൊ
ഇത്തവണ നമുക്ക് 3 തീംസ് ആണ് ഉള്ളത്. 3 തീം നമ്മള് ഒരു ടീം 3 വീക്കാണ് പോകുന്നത്. അപ്പൊ അതിലെ ലാസ്റ്റ് വീക്കിലെ ലാസ്റ്റ് ഡേ നമ്മൾ അസസ്മെന്റ് നടത്തും. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് കൊടുക്കും കുട്ടികൾക്ക്. ആ പ്രൊജക്റ്റ് അവരന്ന് പ്രസന്റ് ചെയ്യണം. അതുപോലെ നമുക്ക് റിട്ടൺ എക്സാമും ഉണ്ടാവും. എനിക്ക് എന്തെങ്കിലും മിസ്സായ വർദ്ധനം കൂട്ടിച്ചേർക്കണം കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ 3 തീമിന്റെയും ആ തീം കഴിയുമ്പോൾ അസസ്മെന്റ് നടത്തി ലാസ്റ്റ് നമ്മൾ 3 തീംസിൽ നിന്ന് അവർക്ക് ഒരു തീം ചൂസ് ചെയ്യാം. അവർക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന അല്ലെങ്കിൽ താല്പര്യമുള്ള. അപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ആക്കിയിട്ട് അവരെ ഓറലി നമ്മൾ അസസ് ചെയ്യും. അവരെ അതിന്റെ പ്രൊജക്റ്റും പ്രസന്റ് ചെയ്യണം. നമ്മൾ അങ്ങനെ അസസ്മെന്റ്, ആ ഒരു തീമിന്റെ അസസ്മെന്റ് ആണ് എൻഡ് ഓഫ് ദ ടൈം നമ്മൾ നടത്തുക. ആ ഒരു ചേഞ്ച് ആണ് നമുക്ക് അസസ്മെന്റ് വരാനുള്ളത്. പിന്നെ മാം വേറെ ഇതിൽ ആഡ് ചെയ്യാനുണ്ടോ? അഭിലാഷ മാം, വർദ്ധ മാം പറയാനുണ്ടോ? ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം. ആദ്യമത്തെ ടൈമിൽ അങ്ങനെ അല്ലായിരുന്നല്ലോ, കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ ടൈം ആയപ്പോഴത്തേക്കും ആളുടെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു ടൈമും കൂടെ ആകുമ്പോഴത്തേക്കും അവൻ ഇപ്പം ഇതിലോട്ടങ്ങ് ആകും, നന്നായിട്ട് ഈ ഒരു ഇതിലങ്ങ് ആകുമെന്ന് എനിക്ക് നല്ല തോന്നലുണ്ട്. ഇനി ഈ ടൈം എങ്ങനെ അവന് പുള്ളി ചെയ്യണം, പുഷ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി ഇത് നോക്കിയിട്ടേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഞാൻ എന്നെ മാക്സിമം നോക്കാം. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു, ഇങ്ങനെ അവന് ഒരു മാറ്റം വന്നതിന്. താങ്ക് യു സോ മച്ച് എന്റെ ടീം മേജറിന്റെ. ഓക്കെ, താങ്ക് യു മാം. So glad to hear that. Okay ma'am, bye. ഞാൻ അർദാന. Hello ma'am, good afternoon. വോയിസ് ക്ലിയർ അല്ല മാം, കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കാം. ഓക്കെ, അപ്പൊ റിപ്പോർട്ട് കാർഡ് ഷെയർ ചെയ്തിട്ടുള്ള സ്ക്രോൾ ചെയ്തിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? ഓ, കാണുന്നുണ്ട്. നമ്മൾ ഇത്തവണ ഗ്രേഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, മാർക്കല്ല. മാർക്ക് കിട്ടിയതിനനുസരിച്ച് പെർസെന്റേജ് ആക്കി അതിനനുസരിച്ച് ഗ്രേഡാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ ഗ്രേഡിംഗ് സ്കെയിൽ ഉണ്ട്. എബവ് 90 A സ്റ്റാർ ആണ്, ആൾക്ക് കൂടുതലും A സ്റ്റാർ ആണ്. പിന്നെ A ഉണ്ട് 80 to 89%. പിന്നെ ഒന്ന് വന്നത് E ആണ്. തേർഡ് തീമിന്റെ പ്രോജക്റ്റ് സബ്മിറ്റ് ലേറ്റ് ആയതോ അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാത്തതോ ആണ് വിഷയം. ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്രൊജക്ട് ഓൺ ടൈം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഒരു തീമിന്റെ ആണ്. ഓക്കെ, ഒരു തീമിന്റെ, ഇത് തീം വൈസ് ആണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ലാസ്റ്റ്, പക്ഷേ ആള് ഭയങ്കര അതാണ് അവിടെ ഈ ആയിട്ടുള്ളത്. മാർക്സും പേപ്പർ നമ്മളാണ് ഇവാലുവേറ്റ് ചെയ്തത്. സോ എല്ലാം 90 above ആണ്. ജസ്റ്റ് ഒന്നിലേറ്റ് A ആയിട്ടുള്ളൂ, ബാക്കി എല്ലാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ A സ്റ്റാർ ആണല്ലോ. ജസ്റ്റ് ഫസ്റ്റ് അസസ്മെന്റ് അത് എല്ലാവർക്കും ഫസ്റ്റ് പേപ്പർ എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആയിരുന്നു. ഐഡിയ അല്ലായിരുന്നല്ലോ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. അതെ അതെ അതെ. ഫസ്റ്റ് 3 സബ്ജക്റ്റും കൂടെ, പിന്നെ ടൈമിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അവന് നെറ്റ് ഡിസ്കണക്ട് ആവുന്ന ഒരു പ്രോബ്ലം കൂടെ ഉണ്ടായിരുന്നു. യെസ്, പിന്നെ പാനിക് ആയിട്ടാണ് പിന്നെ ചെയ്തത് ലാസ്റ്റ്. ആ ഒരു ഇഷ്യൂ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അതിലും ആൾക്ക് 86 എന്തോ ഉണ്ട് ഔട്ട് ഓഫ് 100. സോ പേപ്പർ ഇസ് ഗുഡ്, നല്ല മാർക്ക് നല്ലോണം എഴുതുന്നുണ്ട്. പ്രൊജക്ട്സ് എല്ലാം നല്ലോണം ചെയ്യാറുണ്ട്. പ്രസന്റേഷൻ ഭയങ്കര ആക്റ്റീവ് ആണ് ആള്. പിന്നെ നമ്മൾ ഈ എന്ന് പറയില്ല, കണ്ടിന്യൂസ് ഇവാലുവേഷൻ, അതിലും ഫുൾ A സ്റ്റാർ ആണ്, 90 above ആണ്. പ്രൊജക്ട്സ് എല്ലാം, വർക്ക്സ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, ഈ അസസ്മെന്റ് എന്ന് പറഞ്ഞ പേപ്പറിന്റെതാണോ? നിങ്ങൾ എക്സാം റിട്ടൺ എക്സാം ആണ് അസസ്മെന്റ്. 4ഉം 5ഉം നോട്ട് അവൈലബിൾ. എന്താണ് അത്? നോട്ട് ആപ്ലിക്കബിൾ. നമ്മളത് 3 തീമല്ലേ എടുത്തിട്ടുള്ളൂ. മറ്റേതിന്റെ ടെസ്റ്റ് നടന്നിട്ടില്ലല്ലോ, എക്സാം നടന്നിട്ടില്ല. അപ്പൊ അതിന്റെ അത് മാത്രമേ ഉള്ളൂ. 2 തീം അത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് ഇട്ടിട്ടില്ല. ബാക്കി എല്ലാ തീമും ആള് A സ്റ്റാർ ആണ്. ജസ്റ്റ് ആ ഫസ്റ്റ് പേപ്പർ,
ഫസ്റ്റ് പേപ്പർ എല്ലാവർക്കും കുറച്ച് വീക്കായിരുന്നു. അതിലും വെച്ച് നോക്കി എഴുതാൻ അത്യാവശ്യം നല്ല മാർക്കുണ്ട്. ഓക്കെ. ടൈംലി ക്ലാസ്സിലും ടൈംലി വരാണ്ട് ഭയങ്കര പങ്ക്ച്വലാണ്. വർക്ക്സും കംപ്ലീറ്റഡ് ആണ്. പിന്നെ ഒരു പ്രോബ്ലം വന്നതെന്ന് പറഞ്ഞാൽ ഈ മാത്ത് ഉണ്ടല്ലോ, മാത്ത് ആൻസർ ചെയ്യുമ്പം സ്റ്റെപ്സ് അവർ എഴുതുന്നില്ല. ലാസ്റ്റ് ആൻസർ കറക്റ്റ് ആണ്, പക്ഷെ സ്റ്റെപ്സ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അവന് കുറച്ചൊക്കെ മൈൻഡിൽ തന്നെ ചെയ്യുന്നതാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്റ്റെപ്പ് വൈസ് ആണ് മാർക്ക് വരിക. ഓരോ സ്റ്റെപ്പ് നിങ്ങൾ എഴുതുന്നതിനാണ് എപ്പോഴും അങ്ങനെയാണല്ലോ മാർക്സ് ഇടുക. അപ്പൊ അവനൊക്കെ അത് മൈൻഡിൽ ചെയ്യും. അവന് ഞാൻ പറയാം അങ്ങനെ ഇപ്പൊ ചെയ്യണ്ട. വലിയ ക്ലാസ്സിലൊക്കെ അങ്ങനെ ആഡിങ് ഒക്കെ അവൻ ചെയ്യത്തില്ല. അവൻ തന്നെ മീൻസ് മൈൻഡ് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതുന്നതാണ്. ഈ പ്രശ്നം മാത്സ് ഞാനാണ് എടുക്കുന്നത്. ക്ലാസ്സിൽ എപ്പോഴും ഫസ്റ്റ് അവൻ ആൻസർ കിട്ടണം. അപ്പൊ അതിന് എഴുതാനൊന്നുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് ആലോചിച്ചിട്ട് എഴുതാ ചെയ്യുന്നത്. അതെ അതെ അതെ, അവൻ തന്നെ മൈൻഡിൽ ചെയ്തിട്ട് പറയുന്നതാണ് ചിലതൊക്കെ. അപ്പൊ മാർക്ക് ഇടുമ്പം നമുക്കതില് ഇപ്പൊ 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് കംപ്ലീറ്റ് കണ്ടാലല്ലേ നമുക്ക് 5 മാർക്സ്. അതെ അതെ അതെ, അത് ശരിയാണ്. അത് ഞാൻ പുള്ളിക്കാരോട് പറയാറുണ്ട് നോർമലി അങ്ങനെയാണെന്ന്. പക്ഷെ അവനത് പെട്ടെന്ന് അത് ചെയ്ത് തീർത്തിട്ട് അവന് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്, അത് പെട്ടെന്ന് ചെയ്ത് തീർക്കണം. അപ്പൊ അതുകൊണ്ടാണ് അത് ആക്ച്വലി നല്ലതാണ്. പക്ഷേ പേപ്പർ വൈസ് മാർക്ക് 3 മാർക്കിന്റെ ആണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് അവിടെ ഉണ്ടല്ലോ. ഈ പ്രാവശ്യം നമ്മൾ കുറച്ചിട്ടില്ല. ഈ പ്രാവശ്യം എല്ലാവർക്കും മാർക്ക് ആൻസർ കറക്റ്റ് ആണെങ്കിൽ ഫുൾ മാർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ 3-4 മാർക്ക് ആണെങ്കിൽ നമുക്ക് കുറയ്ക്കേണ്ടി വരും. ജസ്റ്റ് ഇൻഫോം ചെയ്യുന്നേ ഉള്ളൂ. ജസ്റ്റ് അവനോടൊന്ന് പറഞ്ഞാൽ ഓക്കെ മാം, ടെക് ആൻഡ് ടിങ്കേഴ്സ് വീക്കിന്റെ ഒരു ഫീഡ്ബാക്ക് പറയാം. എങ്ങനെ എന്തായിരുന്നു ഓറിയന്റേഷൻ ക്ലാസ്സുകളൊക്കെ, വെക്കേഷൻ ക്ലാസ്? റിവിഷൻ ക്ലാസ് ഒക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. റിവിഷൻ ക്ലാസ് അല്ല, നമ്മള് എക്സാം കഴിഞ്ഞിട്ട് ടെക് ആൻഡ് ടിങ്കേഴ്സ്. സോറി, ഓക്കെ ഓക്കെ, സുംബ. ആ സുംബ ആയിരുന്നു അവന്. സുംബ അവൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു അത് സുംബയുടേത്. പിന്നെ പബ്ലിക് സ്പീക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അത് നല്ലോണം എൻജോയ് ചെയ്തു അവന്. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ കുറവാണ്, അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോ. ഇതാണ് നല്ല ഇതാണ് റിവ്യൂ ആണ്. സുംബ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചല്ല. ഞാൻ വിചാരിച്ചു പൊതുവെ മാട്രിക്സ് പോലത്തെ അങ്ങനെ ലൈക്ക് അങ്ങനത്തെ കൂടുതൽ അങ്ങനത്തെ ആയിരിക്കും. പക്ഷെ ഇങ്ങനത്തെ ഒക്കെ എന്നുവെച്ചാൽ അല്ലാത്ത സമയം നമ്മൾ അക്കാഡമിക്കലി തന്നെ ആവുമ്പോൾ കുട്ടികൾക്ക് നോർമലി ഈ ഒരു ഇതിന്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഇവർക്ക് കിട്ടുന്നില്ലല്ലോ. സുംബ അതൊരു നല്ല ഡിസിഷൻ ആയിരുന്നു ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു ടേം കഴിഞ്ഞല്ലോ ടീം ബേസ്ഡ് ആയിട്ടുള്ള. അപ്പൊ മൊത്തത്തിൽ മാമിന് എന്താണ് ഫീൽ ചെയ്യുന്നത് ആളുടെ ഇംപ്രൂവ്മെന്റും? ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാല് നോർമലി നിങ്ങൾ ഈ തീമൊക്കെ എല്ലാം റിലേറ്റഡ് ആണ് ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇപ്പൊ മാത്സും ഈ സയൻസും ഇംഗ്ലീഷും എല്ലാം. അപ്പൊ നമ്മളൊരു ബേസ് ഉണ്ടെങ്കിൽ അവർക്ക് എഴുതാൻ പറ്റും. ഇപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാൽ ഇപ്പൊ എസ് എ ക്വസ്റ്റ്യൻസ് ആയാലും അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് വെച്ചാൽ 3 സബ്ജക്റ്റും പഠിക്കണം. അപ്പൊ നമ്മൾ നോർമലി കുട്ടികൾ ഒരു സബ്ജക്ട് പഠിക്കും, ഓക്കെ അത് കഴിഞ്ഞതാണ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഇപ്പൊ ഇംഗ്ലീഷ് എടുക്കുമ്പോൾ അയ്യോ ഇനി ഇംഗ്ലീഷും ഉണ്ട് എന്നുള്ളൊരു ഇത്. പിന്നെ മാത്സ് 3 സബ്ജക്റ്റ് ഇവർ കവർ ചെയ്യണം. എല്ലാം റിലേറ്റഡ് ആണ് സംഭവം. ഒരു തീം എന്ന് പറയുമ്പം എല്ലാം റിലേറ്റഡ് ആണ് നിങ്ങളുടേത്. അത് ബേസ് ചെയ്താണ് എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത്. പക്ഷെ അങ്ങനെ ആ 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ തീമുകളും ഒരുമിച്ച് ലാസ്റ്റ് എക്സാം വന്നുകൊണ്ടാണ് കുട്ടികൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടായത്. അപ്പൊ നമ്മൾ ഇത്തവണ അസസ്മെന്റിന്റെ സിസ്റ്റം മാറ്റാണ്. സ്പ്രിംഗ് ടൈം ലാസ്റ്റ് കൊണ്ടുപോയിട്ട് എല്ലാം വെക്കാതെ നമ്മൾക്ക് 3 വീക്സ് ആണ് ഒരു തീം പോവുക. അപ്പൊ ലാസ്റ്റ് വീക്ക് ആ ഫസ്റ്റ് തീമിന്റെ ലാസ്റ്റിൽ നമ്മൾ അസസ്മെന്റ് നടത്തും. ആ ഫസ്റ്റ് തീമിന്റെ മാത്രം അസസ്മെന്റ് നടത്തും. അതില് കുട്ടികൾക്ക് പ്രൊജക്ട് കൊടുക്കുന്നുണ്ടാവും. ആ പ്രൊജക്ട് അവർ പ്രസന്റ് ചെയ്യണം ആ ദിവസം. അതുപോലെ റിട്ടേൺ എക്സാമും. അങ്ങനെ 3 തീമിന്റെ നമ്മൾ ഈ പറയുന്ന ഓരോ തീം കഴിയുന്തോറും നമ്മൾ ചെയ്ത് അവസാനം കുട്ടികൾക്ക് ഈ 3 തീമിൽ നിന്ന് ഒരു തീം ചൂസ് ചെയ്യാം. ആ തീമിന്റെ പ്രൊജക്ട് അവർ പ്രസന്റ് ചെയ്യും. അതിന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അവരെ നമ്മൾ അസസ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ്, എല്ലാം കൂടെ ഒന്നിച്ചല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ടേം തീരുമ്പോഴായിരിക്കല്ലേ കുട്ടികൾ അത് ചൂസ് ചെയ്ത് എക്സാം എഴുതാന്നുള്ളത്? അല്ലാതെ ഓരോ ടേം കഴിഞ്ഞിട്ട് എക്സാം അല്ല, 3 ടേം കഴിഞ്ഞിട്ട് റിട്ടേൺ എക്സാംസ് ഓരോ തീംസ് കഴിയുമ്പോഴും നടത്തും. പിന്നെ അതിലൊരു തീം അവർക്ക് ചൂസ് ചെയ്യാം. അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള തീം ചൂസ് ചെയ്തിട്ട് അതിന്റെ പ്രൊജക്ട് അവർക്ക് പ്രസന്റ് ചെയ്യാം. അതിന്റെ കൂടെ ചെറിയൊരു വൈവയോ അങ്ങനെ എന്തെങ്കിലും ഒരു സെഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു ഓറൽ അസസ്മെന്റ് പോലെ ഉണ്ടാവും. ജസ്റ്റ് കോളേജിലൊക്കെ മിനി പ്രോജക്റ്റും മെയിൻ പ്രോജക്റ്റും ഒക്കെ ചെയ്യുന്ന പോലെ. അതെ അതെ. അപ്പൊ കുട്ടികൾക്ക് ഭാരം ഉണ്ടാവില്ല, എല്ലാം കൂടെ ഒന്നിച്ച് വരുന്ന ബുദ്ധിമുട്ടുണ്ടാവില്ല. അതാണ്. വേറെ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ? ഇല്ല, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനിയിപ്പോ ഇതുവരെ എല്ലാം ഓക്കെയാണ്.
താങ്ക് യു. ഇംഗ്ലീഷ് പിന്നെ വേറെ എന്തെങ്കിലും ടീച്ചേഴ്സിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടല്ലോ? ഇല്ല മാം. ഹലോ മാം. Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ. ഹൗ ആർ യു ഡൂയിങ്? Good, ma'am. അപ്പൊ ഇതാണ് ആളുടെ ഗ്രേഡ് കാർഡ്. നമ്മൾ ഇത്തവണ മാർക്കിന് പകരം ഗ്രേഡ് ആയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ മാർക്സിന്റെ പെർസെന്റേജ് എടുത്തിട്ട് ഗ്രേഡിംഗ് സ്കെയിൽ ഇവിടെ ഉണ്ട്. അബവ് 90 A സ്റ്റാർ ആണ്. ഈ കാണുന്നത് A സ്റ്റാർ ആണ്. നമുക്ക് അത്യാവശ്യം നല്ലപോലെ A സ്റ്റാർ ഉണ്ട്. പിന്നെ നമുക്ക് A ആണുള്ളത്. പിന്നെ സിയും ഡിയും ആണ് വന്നിട്ടുള്ളത് തേർഡ്. പിന്നെ പ്രോജക്റ്റ് സിഇ മാർക്സ് അസൈൻമെന്റും പ്രോജക്റ്റും എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിലാണ് ഈ മാർക്ക് ഇവിടെ കുറഞ്ഞിട്ടുള്ളത്. ഈ ഡി ഒക്കെ വന്നിരിക്കുന്നത് പ്രോജക്റ്റിന്റെ അങ്ങനെയാണ്. ഒന്നെങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടുണ്ടാവും. ഇത് നമ്മള് അസസ്മെന്റ് എന്ന് പറയുന്ന റിട്ടേൺ എക്സാമിന്റെ ഗ്രേഡ് ആണ്. ഹിന്ദിക്ക് ആൾക്ക് ഫുൾ A സ്റ്റാർ ആണ്. ശരി, എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആയതുപോലെ തോന്നുന്നുണ്ട്. പിന്നെ സ്പീക്കിംഗ് സ്കിൽസ്, പിന്നെ ക്ലാസ്സിലും കോൺസെൻട്രേഷൻ ഒക്കെ കുറച്ച് കൂടിയ പോലെ തോന്നി. ഇതിന് മുന്നേ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ വിളിക്കണ്ട, സെൽഫായിട്ട് അങ്ങോട്ട് വോളണ്ടിയർ ചെയ്യും ആൻസർ ചെയ്യാൻ. പണ്ടൊക്കെ നമ്മൾ രമൻ പ്ലീസ് ആൻസർ ഇങ്ങനെ നിർബന്ധിക്കണായിരുന്നു. ഇപ്പൊ ആള് ഭയങ്കര ആക്റ്റീവാ. കുറച്ച് കോൺഫിഡൻസ് കൂടിയോ, കുറച്ച് ഇങ്ങനെ അറിയാന്നൊക്കെ തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. പക്ഷെ പണ്ട് അറിഞ്ഞിട്ടും അവന് മിണ്ടാതിരിക്കുകയായിരുന്നു. അപ്പൊ ഇപ്പം കുറച്ച് അവനൊരു കോൺഫിഡൻസ് തോന്നുന്നോണ്ടായിരിക്കും അത് ആക്റ്റീവ് ആവുന്നത്. പിന്നെ ഈ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിൽ അന്ന് പുതുതായിട്ട് വന്നതല്ലേ, അതിന്റെ സെറ്റ് ആയത്. അതുപോലെ ലാംഗ്വേജിൽ നാട്ടിൽ പഠിച്ചത് കൊണ്ട് ലാംഗ്വേജ് ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടെ അവനൊരു ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ലാംഗ്വേജും സ്പീക്കിംഗ് സ്കിൽസൊക്കെ. അപ്പൊ അതുകൊണ്ടായിരിക്കും. എല്ലാം പ്രൊജക്ട്സും ആള് ടൈംലി സബ്മിഷനാ. പ്രൊജക്ട്സ് വർക്ക്സ് ഒക്കെ ടൈംലി സബ്മിഷനാ. ഈ ഏതോ 1-2 പ്രൊജക്ട് മിസ് ആയിപ്പോയപ്പോഴാണ് ആള് മാർക്ക് സിഇയിൽ ബി ആയിപ്പോയത്. അല്ലെങ്കിൽ അത് A സ്റ്റാർ ആവേണ്ടതായിരുന്നു. 1-2 അസൈൻമെന്റ്സ് അവിടെ മിസ് ആയിപ്പോയി. ചെയ്യാൻ പറഞ്ഞതാവാം. പിന്നെ പ്രൊജക്ട് ഒന്ന് ടൈംലി സബ്മിഷൻ അല്ലായിരുന്നു. അതേമാതിരി നമ്മൾ ചെയ്യാൻ പറഞ്ഞത് പേപ്പറിലാണ്. ആളെന്ത് ചെയ്തു, ക്യാൻവയിൽ ചെയ്തു. 3 ആൾക്കാർ അങ്ങനെ ക്യാൻവയിൽ ചെയ്തിട്ടാണ് സബ്മിറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് കുറഞ്ഞു പോയി. നമ്മള് ഡയറക്റ്റ് പേപ്പറിൽ ചെയ്തിട്ട് അവരെ ക്രിയേറ്റിവിറ്റി പുറത്തെടുക്കാനാ. ക്യാൻവയിലാണെങ്കിൽ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാലോ. ഞാൻ വിചാരിച്ചത് എന്താ, ഡ്രോ ചെയ്തിട്ട് സെൽഫായി എഴുതി പഠിക്കുക. അപ്പൊ അതുകൊണ്ടാണ് അവിടെ പ്രൊജക്ട് പറഞ്ഞത്. അല്ലാതെ എക്സാം റിട്ടൺ അസസ്മെന്റ് കണ്ടില്ല, അതിൽ തന്നെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. റിട്ടൺ ആയിട്ട് സെൽഫ് ആൻസേഴ്സ്, ഇംഗ്ലീഷിലൊക്കെ സെൽഫ് ആൻസേഴ്സ് വരുന്നുണ്ട്. എവിടെ നോക്കിയിട്ടില്ല ഇത്. അതെനിക്ക് പണ്ടൊക്കെ സെന്റൻസുകളൊക്കെ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എല്ലാം ഒറ്റ വാക്കിൽ എഴുതി നിർത്തും. അവൻ അറിയുന്ന കാര്യങ്ങൾ ഒറ്റ വാക്കിൽ എഴുതി നിർത്തും. അപ്പൊ അവൻ തന്നെ ചിന്തിച്ച് എഴുതി സെന്റൻസുകളായിട്ട് എഴുതുന്നുണ്ട്. പക്ഷെ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് രമന്. അതെനിക്കും നോട്ട് ചെയ്തായിരുന്നു ഞാനും. ക്ലാസ്സിൽ നല്ല ആക്റ്റീവാണ്. പിന്നെ ഈ റിട്ടേൺ ടെസ്റ്റിന്റെ മാർക്സ് കുറഞ്ഞത് തന്നെ കാര്യമാക്കണ്ട. എനിക്ക് തോന്നുന്നത് സെയിം ക്വസ്റ്റ്യനെ ചിലപ്പോൾ ഡയറക്ടറോട് ചോദിച്ചാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടുന്നുണ്ടാവും. ഇത് പിന്നെ ഈ ഒരു പാറ്റേൺ മാറ്റിയിട്ട് അവർ എഴുതുന്ന ഫസ്റ്റ് എക്സാം ആണ്. നമ്മൾ ഈ ടീം ബേസിലേക്ക് വന്നിട്ട് ആദ്യമായിട്ടില്ല അവർ എക്സാം എഴുതുന്നത്, എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഡിഫിക്കൽട്ടി അവർക്ക് ഉണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ. ആ ഒരു പാറ്റേൺ ശീലമാവാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. നമ്മളിനി കുറച്ചും കൂടി ആ രീതിയിൽ തന്നെ പ്രാക്ടീസ് കൊടുത്തിട്ടായിരിക്കും എക്സാംസ് ചെയ്യിപ്പിക്കുക. അപ്പൊ കുറച്ചുകൂടെ അവരതിനോടൊന്ന് യൂസ്ഡ് ആവും. അസസ്മെന്റിന്റെ ഡിയും സിയും ഒന്നും അത്ര കാര്യമാക്കേണ്ട ആവശ്യമില്ല. മാർക്ക് എനിക്ക് ഞാൻ നോക്കുന്നേ ഇല്ല. അതല്ല, എനിക്ക് അവനെ പേഴ്സണലി ഒന്ന് ഇമ്പ്രൂവ് ആവുക എന്നുള്ളതാണ്. അത് മാത്രല്ല ടൈം തികഞ്ഞില്ല, ആള് സ്ലോ ആയിട്ട് എഴുതിക്കൊണ്ടിരുന്നേ. അതെനിക്ക് ഭയങ്കര എല്ലാത്തിനും കുറച്ച് സ്ലോ ആണ്. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഭയങ്കര സ്ലോ ആയിട്ടാണ്. അത് റൈറ്റിംഗിലും ഉണ്ട്. അപ്പൊ ഞാൻ മാമിനോട് പറയാൻ വിചാരിക്കാൻ, റൈറ്റിംഗ് ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റികൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എഴുതിയിട്ടുണ്ട് ആള്, എഴുതിയത് നല്ല വൃത്തിക്ക് എഴുതിയിട്ട് അവസാനത്തേക്ക് എഴുതിയിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ടൈം തികഞ്ഞിട്ടുണ്ടാവില്ല എന്ന്. അവസാനത്തേക്കുള്ള ആൻസേഴ്സ് അവിടെ മിസ്സിംഗ് ആണ്. ചെയ്തിട്ടുണ്ട്, ചെയ്തതൊക്കെ കറക്റ്റും ആണ്. സ്റ്റെപ്സ് മിസ്സിംഗ് ആണ്. ഇവർക്കൊക്കെ മാത്സിൽ കുട്ടികൾ സ്റ്റെപ്സ് എഴുതുന്നില്ല. പക്ഷെ ഫുൾ മാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം. ലൈക് ഫുൾ മാർക്ക് ആണെങ്കിൽ നമുക്ക് സ്റ്റെപ്സും വേണമല്ലോ. അപ്പൊ സ്റ്റെപ്സ് മിസ്സിംഗ് ആയിരുന്നു. അപ്പം ജസ്റ്റ്
ഒന്ന് റൈറ്റിംഗ് പ്രാക്ടീസ് ഞാനൊരു എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കുറേ ലൈക്ക് റൈറ്റിംഗ് പ്രാക്ടീസ് കൊടുക്കും. പക്ഷെ തിരിച്ചു വരുമ്പോൾ 1 or 2 സെന്റൻസസേ അവിടെ ഉണ്ടാവുള്ളൂ നമ്മൾ കുറേ എഴുതാൻ പറയുമ്പോൾ. പക്ഷെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അവന്റെ ഗ്രാമർ കുറേ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നല്ലോണം സെന്റൻസ് ഫോം ചെയ്യുന്നുണ്ട്. സോ നെഗറ്റീവ് പറയണ്ട, നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ്. ലൈക്ക് ഭയങ്കരമായിട്ട് ഒരു ജമ്പാണ് വന്നിട്ടുള്ളത്. എനിക്കും ഞാനും ഹസ്ബൻഡിനോട് സംസാരിച്ചായിരുന്നു അവന്റെ കാര്യം. പിന്നെ നല്ലൊരു ഭയങ്കര ചേഞ്ച് എനിക്ക് തോന്നി. അത് എനിക്ക് തോന്നുന്നു സ്റ്റാർ സ്റ്റുഡന്റ് ഒരു പ്രാവശ്യം വന്നതിന് ശേഷം അവന് തോന്നുന്നു കോൺഫിഡൻസ് കിട്ടി. അപ്പോൾ ക്ലാസ്സിലൊക്കെ ആക്റ്റീവ് അങ്ങനെയൊക്കെ. അത് പിന്നെ അടുത്ത വീക്കിലും ഞാനിങ്ങനെ അത് പിന്നെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ക്ലാസ്സിൽ. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു കുട്ടിക്കുള്ള ഒരു മോട്ടിവേഷൻ തന്നെയാണ്. നമ്മളിപ്പോ നമ്മളൊരു ടേം കംപ്ലീറ്റ് ചെയ്തല്ലോ തീം ബേസ്ഡ് ആയിട്ട്. അപ്പം മാമിന് എന്താ പ്രത്യേകിച്ച് വേറെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ കൂട്ടത്തില്? ഇത്രയും പറഞ്ഞതില് തീം ബേസ്ഡ് സ്റ്റഡിനേക്കാളും ടെക്സ്റ്റ് വെച്ചുള്ള അത് തന്നെയാണ് എനിക്കിഷ്ടം. കാരണം പിന്നെ എനിക്ക് ഭയങ്കര കണ്ടന്റ് ഒക്കെ വളരെ കുറവായിട്ട് തോന്നുന്നത് തീം ബേസ്ഡ് പഠിച്ചപ്പോ. പിന്നെ ലെസൺ നോട്ട്സ് ഒക്കെ ഞാൻ എക്സാമിന്റെ സമയത്താണ് ജസ്റ്റ് അന്നപ്പോഴാണ്, അതുവരെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എക്സാമിന്റെ സമയത്താണ് ഞാൻ നോക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി വളരെ ഷോർട്ട് ആയിട്ട് കൊടുത്തുള്ളൂ. കുറച്ചും കൂടെ ഒക്കെ ഡീപ്പായിട്ട് വേണമെന്ന് എനിക്ക് അവർക്ക് അത് അത്രയൊക്കെ കുറച്ചും കൂടി പഠിക്കാനൊക്കെ ഉള്ള കഴിവുകളുണ്ട്. അപ്പം കുറച്ചും കൂടെ ഡീപ്പായിട്ട് തന്നെ ലെസൺ നോട്ട്സ് കൊടുക്കണം തോന്നുന്നു. ഇപ്പൊ ടെക്സ്റ്റിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് കുറെ ഉണ്ടല്ലോ പോർഷൻസ് ഒക്കെ. അപ്പൊ അത്രയൊന്നും നമ്മൾ ആകെ ഫോളോ ചെയ്യുന്ന അവർ ലെസൺ നോട്ട്സ് മാത്രമാണല്ലോ. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നിട്ടോ. അത് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിലാണ് ഇപ്പൊ ലെസൺ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ അസസ്മെന്റിന്റെ കാര്യം നമുക്ക് ഇപ്പം ടേമെന്റിൽ നടത്തുന്ന അസസ്മെന്റ് പോലെയല്ല, നമുക്ക് അതിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. സ്പ്രിംഗ് ടേമിൽ ലാസ്റ്റില് എല്ലാം കൂടെ ഒന്നിച്ച് നടത്താതെ നമ്മൾ ഓരോ തീം കഴിയുമ്പോഴാണ് അസസ്മെന്റ് നടത്തുക. റിട്ടേൺ എക്സാമും അതുപോലെ ഈ ഓരോ തീമിലും കൊടുത്തിരിക്കുന്ന പ്രോജക്റ്റും കുട്ടി ആ ടൈമിൽ പ്രസന്റ് ചെയ്യണം ആ തീം എൻഡിൽ. അങ്ങനെ 3 തീം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ടേം എൻഡിൽ എക്സാം വരുന്നത് കുട്ടിക്ക് ഏതെങ്കിലും ഒരു തീം ചൂസ് ചെയ്യാം. ആ തീമിന്റെ പ്രൊജക്റ്റ് ആള് പ്രസന്റ് ചെയ്യുക, നമ്മളൊരു വൈവ പോലെ നടത്തും. അതേ ഉണ്ടാവുള്ളൂ. അപ്പൊ ശരിക്കും റിട്ടേൺ എക്സാമും പ്രൊജക്ട് പ്രസന്റേഷനും നടക്കുന്നത് ഓരോ തീമിലും ആയിരിക്കും. ആ തീമിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഒന്നിച്ച് നമുക്ക് പഠിക്കുക വരും. പിന്നെ മാം ജെനിത്ത് അതുപോലെ ടെക് ആൻഡ് ടിങ്കേഴ്സിന്റെ ഒക്കെ ഒരു ഫീഡ്ബാക്ക് ആയിട്ട് എന്താ പറയാനുള്ളത്? ഓറിയന്റേഷൻ ക്ലാസ് സുംബയിലാണ് ഉണ്ടായിരുന്നു. സുംബ പബ്ലിക് സ്പീക്കിംഗ് ഇതില് ഓറിയന്റേഷൻ ക്ലാസ്സിൽ ഒരു പ്രോഗ്രാമിലും ഉണ്ടായില്ലേ. നമ്മള് പാരന്റ്സ് വന്നായിരുന്നു. അപ്പം ഫുള്ള് UA എക്സ്പേർട്ട് ആ തിരക്കിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒറ്റ ക്ലാസ്സിൽ ഓറിയന്റേഷനിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ജെനിത്തിൻ്റെത് എനിക്ക് കുറച്ചൊരു കോർഡിനേഷൻ കുറവുള്ള പോലെ പ്രോഗ്രാം ഒക്കെ തോന്നി. പിന്നെ ആകെ ഒരു മെസ്സപ്പായിട്ട് തോന്നിട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ ലാസ്റ്റ് ഇതൊക്കെ കൊടുക്കുന്ന അവർക്കൊന്നും ടീച്ചേഴ്സിന്റെ കയ്യിൽ വാങ്ങിക്കാൻ പറ്റാത്തതേ ഒക്കെ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴാണ് കുട്ടിക്ക് കോൺഫിഡൻസ് ഒക്കെ കൂടുന്നത്. അപ്പൊ ജസ്റ്റ് ലാസ്റ്റ് വലിച്ചു വാരി എടുത്തപ്പോ അത് കിട്ടിയതിന്റെ ഒരു എഫക്റ്റ് കുട്ടിക്ക് ഉണ്ടായില്ല. അപ്പൊ അതൊരു ഹസ്ബൻഡും അങ്ങനെ തന്നെയാ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ആക്റ്റീവ് സൺഡേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അത് നമ്മൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് 2 വീക്കിൽ ഇപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അത് അടിപൊളിയാണ്. ഓക്കെ, നമ്മളിപ്പോ എല്ലാ കുട്ടിക്കും ഞങ്ങൾക്ക് പാരന്റ്സിനൊക്കെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും എല്ലാവരും ജോയിൻ ചെയ്യുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇപ്പം തോന്നുന്നുണ്ട്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യണം തന്നെയാണ് ഞങ്ങൾക്ക് അഭിപ്രായം. അത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. വേറെന്തെങ്കിലും കൺസേൺ ഉണ്ടോ? ഇല്ല, വേറെ അല്ല. ഐ ആം ഹാപ്പി വിത്ത് മേജ്. Glad to hear that. Thank you. Thank you, ma'am. Okay. Hello, ma'am. Hello, ma'am. Hello. Sir, can you turn on the camera? Yeah, right.
Yes, hello. Yeah. Hello. ഓക്കെ, ഇതാണ് ഇൽഹാമിന്റെ റിപ്പോർട്ട് കാർഡ്. കേൾക്കാമോ? അതെ കേൾക്കുന്നുണ്ട്. സോ ഇതാണ് ഇൽഹാമിന്റെ റിപ്പോർട്ട് കാർഡ്. ഇതാണ് മാർക്കിന് നമ്മൾ ഗ്രേഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അസസ്മെന്റ് എന്ന് പറയുന്നത് അവൻ്റെ എക്സാം റിസൾട്ട്സ് ആണ്. പ്രൊജക്ട് എല്ലാ തീമിലും ഒരു പ്രൊജക്റ്റ് കൊടുക്കും. പിന്നെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ കുറേ ആക്ടിവിറ്റീസ് കൊടുക്കില്ല ടീച്ചേഴ്സ്. സോ അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിലുള്ള മാർക്സ് ആണ്. ആക്ടിവിറ്റീസ് ഒക്കെ ഭയങ്കരമായിട്ട് മിസ്സിങ് ആണ്, പെൻഡിങ് ആണ്, ആൾ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നില്ല. കുറേയൊക്കെ ആക്ച്വലി ക്ലാസ് സയൻസും ഇംഗ്ലീഷൊക്കെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ചെയ്യുന്നത്, പക്ഷെ അത് അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്ലോഡ് ചെയ്യാണ്ട് നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അവന്റെ ഇഷ്യൂസ് എനിക്ക് നല്ലപോലെ അറിയാം, പക്ഷെ അത് എങ്ങനെ ഓവർകം ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഒരു ആബ്സെന്റ് മൈൻഡഡ് ആണ്, പിന്നെ ഒരു ഫോക്കസ് ചെയ്ത് ഇരിക്കുന്നില്ല. ബ്രദറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവന് ഈ വക കാര്യങ്ങളൊക്കെ വളരെ ബാക്ക്വേർഡ് ആണ്. അപ്പോൾ നിങ്ങളെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് ഒരു സജഷൻ ഉള്ളത്, എങ്ങനെയാണ് അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക? കാരണം നമ്മളിപ്പോ പേരൻസ് ഫുൾ ടൈം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ഇരിക്കുന്നില്ല. പലപ്പോഴും റാൻഡം വൈസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോ മെസ്സേജ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോ വേറെ ഏതെങ്കിലും ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആയിരിക്കും. ഒരു ഫോക്കസ് കിട്ടുന്നില്ല. അത് എന്താണ് ഇനിയിപ്പോ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മൾ അറിയുന്നില്ല ക്ലാസ് നടക്കുമ്പോൾ എന്താ. ഞാൻ വല്ലപ്പോഴും വന്ന് നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഒരു ഫോക്കസ് ഇല്ലാത്ത ഈ ഒരു ഇത് സംഗതി കുറെ തവണ കമ്പൽ ചെയ്ത് നോക്കി, കുറെ തവണ വഴക്ക് പറഞ്ഞു, കുറെ ഇഷ്യൂസ് ആയി, അങ്ങനെ ഒരു സൊല്യൂഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്കറിയാം ഇഷ്യൂ എന്റെ മാർക്കും അതെന്നാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഇന്നാണെങ്കിലും ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ആള് വേറെ എന്തോ ആണ് ചെയ്തോണ്ടിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ കണ്ണ് മൂവ് ചെയ്യുന്ന കാണുമ്പോൾ മനസ്സിലാവില്ലോ. കാരണം ബാക്കി എല്ലാവരും വൈറ്റ് ബോർഡ് ചെയ്യുമ്പോൾ ആൾ അവിടെ വേറെ എന്തോ ചെയ്യാണ്, ചാറ്റ് ചെയ്യാണോ? കാരണം ബാക്കി എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇൽഹാമിനെ 3 പ്രാവശ്യം വിളിക്കുമ്പോഴാണ് ഓൺ ചെയ്യുക. ചിലപ്പോൾ എന്ത് ചെയ്യും, വിളിക്കുമ്പോൾ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്ത് പോകും. കറക്റ്റ് ആ ടൈമിൽ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല, അമ്മ ക്യാമറ ഇസ് നോട്ട് വർക്കിംഗ്, എന്നിട്ട് ആൾ ഇറങ്ങി പോകും. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വരും, ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിന് എന്താ ചെയ്യാൻ പറ്റുക? വീട്ടിലാരെങ്കിലും ഉണ്ടാവുമോ ആ സമയത്ത് ക്ലാസ് ഉള്ളപ്പോൾ? ഉണ്ട്, മദർ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാൻ പറ്റില്ല? നോക്കാൻ ഞാൻ അറേഞ്ച് ചെയ്യാം, അങ്ങനെ ഇഷ്യൂ ആകുമ്പോൾ നോക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ പിന്നെ ക്ലാസ് നടന്നിട്ടില്ല, നമ്മൾ ഇൻട്രൊഡക്ടറി ക്ലാസ് ആയിരുന്നല്ലോ. എന്നാലും ആളെ എൻഗേജ് ചെയ്യുന്നില്ല, ഒട്ടും സംസാരിക്കുന്നില്ല, മൈക്രോഫോൺ എപ്പോഴും മ്യൂട്ടഡാ. അവരിപ്പോ അതിന്റെ ഗെയിം അഡിക്ഷൻ കൂടിയിട്ടുണ്ട്. ഇപ്പൊ ക്ലാസിന്റെ ഗെയിം കളിക്കുന്നുണ്ട്, അതാണ് ഇപ്പോ ഒരു ഇതുള്ളത്. ഇൻസ്റ്റാൾഡ് ആണോ ഗെയിം? ഗെയിം ഇൻസ്റ്റാൾഡ് അല്ല, ഓൺലൈൻ ഇൻസ്റ്റാൾഡ്. ഓൺലൈൻ ഗെയിമാണ്. സർ, നമ്മള് സ്ക്രീൻ ഷെയർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ സംശയം തോന്നിയപ്പോ സ്ക്രീൻ ഷെയർ ചെയ്ത് അവർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുമല്ലോ. പക്ഷെ 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവർക്ക് സിസ്റ്റത്തിൽ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് ഓഫായി പോകുക. സ്വന്തമായിട്ട് ഓഫ് ആക്കാന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അങ്ങനെ പ്രശ്നമൊന്നും സിസ്റ്റത്തിന് ഇല്ലല്ലോ അല്ലേ? ഇല്ല, സിസ്റ്റത്തിന് ഒരു പ്രശ്നമില്ല. ഇടയ്ക്ക് ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്നും പറയുന്നുണ്ട്. അപ്പം ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം, ഇനി അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലാണ്ട് നിൽക്കാന്. നിങ്ങള് ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്റെ വൈഫിനെ മദറിനെ ഒന്ന് നോട്ടിഫൈ ചെയ്താൽ മതി. പിന്നെ ഈ അസൈൻമെന്റ്സ് ഒന്ന് ടൈംലി സബ്മിഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ലൈക്ക് കുറെ അസൈൻമെന്റ്സ് പെൻഡിങ് ആണ്. അവസാനത്തേക്ക് ചെയ്തു, സ്റ്റാർട്ടിങ് തീം 1 തീം 2 അസൈൻമെന്റ്സ് ഒട്ടും അപ്ലോഡഡ് അല്ലായിരുന്നു. ഓക്കെ. അവസാനമായപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ പുഷ് ചെയ്ത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കില്ലേ, ഇങ്ങനെ പുറകെ നടന്ന് അവസാനത്തേക്ക് ചെയ്തു. പക്ഷെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഈ കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ ഭാഗത്തുനിന്ന് എന്തായാലും ഒന്ന് പുഷ് ചെയ്യാം. ഇനിയും എന്തെങ്കിലും ഷോർട്ട് കട്ട് വരുമ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. നമ്മളിപ്പോ അത് അറിയുന്നില്ല, ഞാനിപ്പോ അറിയുന്നില്ല, വൈഫ് പറയൂ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു കമന്റ് ആണ് വൈഫ് പറയുന്നത്. അത് ഏതൊക്കെയാണ് ശ്രദ്ധിക്കാത്ത എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട്. സർ, അവന് ഒറ്റ റൂമിലാണോ ഇരിക്കുന്നത്? അല്ല, അവര് ഇപ്പൊ ആദ്യ റൂമിലായിരുന്നു, ഇപ്പൊ ഹാളിലേക്ക് മാറി. അല്ലെ, പെട്ടെന്ന് വന്ന് നോക്കാൻ പറ്റുന്ന ഒരു ഞാൻ ഡ്യൂട്ടിക്ക് പോകും, അതുകൊണ്ടാണ് ഇത് നോക്കാൻ പറ്റുന്നത്. ഇപ്പൊ വൈഫാണെങ്കിൽ 2 ആളെയും നോക്കുന്നുണ്ട്. മറ്റേ ഇഷാന്റെ
നോക്കുന്നത്. പക്ഷെ ഇഷാൻ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇഷാനിന് അത്രയും ഫോക്കസ് ചെയ്യാൻ ഇപ്പം കുറച്ചുകൂടി ഫോക്കസ് ഇൽഹമിന് വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ 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 ഓക്കെ. വീട്ടിൽ പിന്നെ വേറൊരു ബേബിയും കൂടി ഉണ്ടാവുമ്പോൾ അവര് ഫോക്കസ് മിസ്സാവില്ലാണ്. അതാണ് എന്തായാലും കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഞാൻ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തായാലും മാക്സിമം ഒന്നുകൂടി ശ്രദ്ധിക്കാം. സാർ ജനിത്തിനെ പറ്റി എന്തെങ്കിലും സാറിന് അഭിപ്രായം പറയുന്നുണ്ട്? സ്പോർട്സ് മീറ്റിനെ പറ്റി അടിപൊളിയല്ലായിരുന്നു, അത് സൂപ്പർ. അതേപോലെ ഇപ്പൊ ഞാനിപ്പോ ഇവരോടൊക്കെ MD യോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമുക്ക് ആക്റ്റീവായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സംഗതി വരണം. ഇപ്പോ ആക്ടിവിറ്റി സെന്റർ നടന്നെങ്കിലും അതേപോലെ പാർട്ടിസിപ്പേഷൻ ഉള്ള ഒരു പരിപാടിയിൽ നല്ല ഒരു ചേഞ്ചസ് ആണ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത്, ഒരു റിഫ്രഷ്മെന്റ് ആണ്. അതിൽ സംശയമില്ല, നോ വേർഡ്സ്. അങ്ങനത്തെ ഒരു പരിപാടി സംബന്ധിച്ചിടത്തോളം അടിപൊളിയാണ്, സൂപ്പറായി. അത് ഇനി നെക്സ്റ്റ് അതേപോലെയുള്ള ഒരു പരിപാടി എപ്പോഴാണ് ഉണ്ടാവുക? അത് പ്ലാൻ ചെയ്യുന്നുണ്ട് സാറേ, കൺഫേം ആയിട്ടില്ല, അതൊന്ന് നമ്മൾ അറിയിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. അടിപൊളി. കുട്ടികൾക്ക് നല്ലൊരു എൻഗേജ്മെന്റ് ആയി, നല്ല റിഫ്രഷ്മെന്റ് ആയി. അതിന്റെ ഒരു ഹാങ് ഓവർ കുറച്ച് ദിവസങ്ങളോളം ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അസസ്മെന്റിന്റെ കാര്യം പറയാനാണ്. നമ്മളിപ്പോ ഈ ടേമെന്റിലാണ് എക്സാമും എല്ലാം കൂടെ വന്നത്. അപ്പൊ ഇനി നമ്മൾ ഈ ടേമിൽ വരുന്നത് 3 തീമാണ് നമുക്ക് ഈ ടേമിലുള്ള. അതിൽ ഓരോ തീമെന്റിലും നമ്മൾ അസസ്മെന്റ് നടത്തും. അപ്പൊ നമ്മളൊരു പ്രോജക്റ്റ് കൊടുക്കും, കുട്ടി ആ സമയത്ത് പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യുക, പിന്നെ റിട്ടേൺ എക്സാമും. അങ്ങനെ ഓരോ തീമില് നമ്മൾ എക്സാം നടത്താണ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ആവുമ്പോൾ, ടേം ലാസ്റ്റ് ആവുമ്പോൾ നമ്മൾ കുട്ടിക്ക് ഒരു തീം ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ആൾക്കത് ചൂസ് ചെയ്യാം. ആ തീമിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓറലി ഒരു വൈവ പോലെ നടത്തും. ആൾക്ക് അതിന്റെ പ്രൊജക്റ്റും പ്രസന്റ് ചെയ്യാനുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ ഇനിയുള്ള സിസ്റ്റം, അസസ്മെന്റിന്റെ സിസ്റ്റം വരുന്നത്. ഓക്കെ സാർ, അവര് സ്റ്റാർട്ടിങ് മുതലേ നോക്കിയാലേ ശരിക്കും ഈ തീമെന്റിലുള്ള എക്സാം നടത്താൻ നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു 3 വീക്ക് മാത്രമല്ല നമുക്ക് ഒരു തീം ഉണ്ടാവുള്ളൂ. അപ്പൊ 3rd വീക്കിൽ ഇനി ശരിക്കും അവർക്ക് ഒരു ടേം എക്സാം നടത്തുന്ന പോലെ ഒരു എക്സാം നടത്താൻ ചെയ്യാം, ആ ഒരു തീമിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ 2 വീക്സ് ഇപ്പോ പഠിച്ച സബ്ജക്ട്സ് അല്ലെങ്കിൽ നമ്മളെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിരുന്നു. ഇപ്പോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവർക്ക് അറിയാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നോക്കാം. ഇപ്പോ ഇവരോട് ടെക്സ്റ്റ് എന്തെങ്കിലും ക്വസ്റ്റ്യന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാനൊന്നും കാണുന്നില്ല. അപ്പൊ ഞാനിപ്പോ അങ്ങനെ കുറച്ച് ട്രൈ ചെയ്ത്, അപ്പൊ എന്താണ് ഇപ്പൊ ചോദിച്ചത്, അതിപ്പോ പഠിച്ചോന്ന് ചോദിച്ചിട്ടൊക്കെ പഠിച്ചെന്ന് പറയൂ, അതെങ്ങനെ ഏത് പാരാമീറ്റർ വെച്ചിട്ടാണ് ഞാൻ പഠിച്ചെന്നുള്ളത് മനസ്സിലാക്കാനും പറ്റാം. സർ, നമ്മൾ ഇനി മുതൽ ടീം സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ ലെസൺ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യും. ആ ഒരു 3 ആഴ്ചത്തേക്കുള്ള കണ്ടന്റ് അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ എക്സാംസ് നടത്തുക. അപ്പൊ ആ ലെസൺ നോട്ട്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മതി. ലെസൺ നോട്ട്സ്, ഓക്കെ ഓക്കെ. ലെസൺ നോട്ട്സ് ആണ് അവർക്ക് ശരിക്കും ഒരു റെഫറൻസ് ആയിട്ടുള്ളത്. ഇപ്പൊ ലാസ്റ്റ് ടേം ഉള്ളതിനേക്കാളും കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ലെസൺ നോട്ട്സ് ആണ് ഈ ടേമിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഏകദേശം ആ ലെസൺ നോട്ട്സിൽ നിന്ന് തന്നെ അവർക്ക് ഇത് ആവശ്യമുള്ള കണ്ടന്റ് കിട്ടാൻ മതിയാവും. പിന്നെ കുറച്ചുകൂടി വർക്ക് ഷീറ്റ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യും. മാത്തിന് ഞാനാണ് മാത്ത് എടുക്കുന്നത്. മാത്തിൽ കുറച്ചുകൂടെ വർക്ക് ഷീറ്റ്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ക്ലാസ് ശരിക്ക് അവിടെ നേരത്തെ കഴിയല്ലോ, അവിടെ 12:30 ആകുമ്പോഴേക്കും കഴിയും. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ആ വർക്ക് ഷീറ്റ്സ് ഒന്ന് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ മാത്സിൽ പ്രാക്ടീസ് കിട്ടാൻ കുറച്ചുകൂടെ നല്ലതാണ്. ഓക്കെ, അത് അതും ചെയ്യാം. ഓക്കെ, വേറെ എന്തെങ്കിലും കൺസേൺസ് ലേണിങ്ങിനെ പറ്റി അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞാനത് എന്തായാലും വൈഫിനോട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും ഞാനിപ്പോ ഓഫീസിലേക്ക് പോകാൻ നിൽക്കുന്നു, ജസ്റ്റ് ബ്രേക്കിന് വന്നു. ഓക്കെ സർ, കുഴപ്പമില്ല. താങ്ക് യു സർ. ബൈ. ലക്ഷ്യ എന്ത് പറ്റി? കുറച്ച് ദിവസമായില്ല കണ്ടിട്ട്. ലക്ഷ്യക്ക് ഇവിടെ എല്ലാവർക്കും പനിയായിരുന്നേ. എനിക്കും പനിയാണ്. അപ്പൊ ഇതാണ്
ആൾ എഴുതിയ എക്സാം മാർക്കാണ്. നമ്മൾ മാർക്കിന് ഇപ്പം ഗ്രേഡ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. സോ അസസ്മെന്റ് എക്സാം മാർക്കാണ്. പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ടീമിനും നമ്മൾ പ്രൊജക്ട് കൊടുക്കും. സോ അതിന്റെ ഇവനെ കൊണ്ട് അച്ചാച്ചിന്റെ കൊടുത്തിട്ടോ ഇപ്പൊ വരും. അച്ചാച്ചിന്റെ അടുത്ത് പോയി നോക്കിട്ടോ. ആ പറഞ്ഞോളൂ. ഇപ്പൊ വരാം. ആ 5 ടീമിൽ ഒരു പ്രൊജക്ട് ഉണ്ടാവും. സോ പ്രൊജക്ട് മാർക്കാണ് ആ പ്രൊജക്ട് എഴുതിയിട്ടില്ല. പിന്നെ CE എന്ന് പറയുന്നത് നമ്മൾ കുറെ ആക്ടിവിറ്റീസ് കൊടുക്കുമല്ലോ കുട്ടികൾ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ മാർക്കാണ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ലക്ഷ്യ ഈ പ്രൊജക്ട്സും ആക്ടിവിറ്റീസും ഒന്നും സബ്മിറ്റ് ചെയ്യുന്നില്ല. അതാണ് ഈ F എന്ന് കാണുന്നത്. കാരണം ഒന്നും ആൾക്ക് സബ്മിറ്റഡ് അല്ല. അതെയോ, ലക്ഷ്യം എല്ലാം ചെയ്തു എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാനത് ശ്രദ്ധിച്ചില്ല, ചെയ്തില്ലായിരുന്നല്ലേ പ്രൊജക്ട്. സബ്മിറ്റഡ് അല്ല പ്രൊജക്ട്. നമ്മളത് കണ്ടിന്യൂസ് റിമൈൻഡ് ചെയ്തിരുന്നു. ചെയ്യാത്ത കുട്ടികളെ പേര് വിളിച്ച അസംബ്ലിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നോക്കണം കേട്ടോ. അപ്പൊ F വന്നിരിക്കുന്നത് അതുകൊണ്ടാണ്, ചെയ്യാത്തത് കൊണ്ടാണ് 0 വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ F ഇട്ടത്. പ്രൊജക്ട് അസൈൻമെന്റ് ഒക്കെ മിസ് ആയതുകൊണ്ടാണ്. അപ്പൊ എക്സാം കുഴപ്പമില്ല. ആൾക്ക് ബിയും എയും ആണ്. സെക്കൻഡ് ലാംഗ്വേജ് സി ആണ്. സെക്കൻഡ് ലാംഗ്വേജ് മാം ആണ് എടുക്കുന്നത്. ഹിന്ദി അല്ലേ? അല്ല, ഹിന്ദിയാണ്. ആള് ഹിന്ദിയാണ്. മാമിന് വേറെ PTM ഇപ്പൊ നടക്കുന്നോണ്ട് കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ് വേണം മാം. ആതിര മാം ആണോ? ആതിര മാം ആണോ? ആതിര മാം ആണോ പഠിപ്പിക്കുന്ന? ലക്ഷ്യനെ അറിയോ ടീച്ചർ? ലക്ഷ്യന് ഏത് സെക്കൻഡ് ലാംഗ്വേജോ? സെക്കൻഡ് ലാംഗ്വേജോ? ആണോ? അതെ അതെ. ലക്ഷ്യ എന്താ പ്രൊജക്ട്സ് ഒന്ന് സബ്മിറ്റ് ചെയ്ത? ലക്ഷ്യ your projects and activities are not submitted. What happened? See ലക്ഷ്യ, നമ്മൾ സോറി പറഞ്ഞ കാര്യമില്ലല്ലോ. ഇത് മാർക്ക് റിഫ്ലക്ട് ചെയ്യുന്നില്ല. അവസാനം നമുക്ക് റിപ്പോർട്ട് കാർഡ് കയ്യിൽ തരണ്ടേ? ഇപ്പോഴാണെങ്കിൽ എഴുതിയത് കുഴപ്പമില്ല. ആൾക്ക് above 70 ഉണ്ട്. ഈ 70 to 80 ആണ് B എന്ന് പറയുന്നത്. പിന്നെ 80 to 90 ആണ് A എന്ന് പറയുന്നത്. സോ എഴുതിയ പേപ്പറിൽ ആൾക്ക് മാർക്ക് ഉണ്ട്. പക്ഷേ പ്രൊജക്റ്റും കണ്ടിന്യൂസ് ഇവാലുവേഷനും കുറഞ്ഞതുകൊണ്ടാണ്. നമുക്ക് കുറച്ച് ഇംപ്രൂവ്മെന്റ് വേണം. ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ആള് ഭയങ്കര ആക്റ്റീവ് ക്ലാസ്സില്. ശരി ശരി. ക്ലാസ് പെർഫോമൻസ് ഞാൻ കഴിഞ്ഞ നേരത്തെ ഇവളിങ്ങനെയായിരുന്നു, പ്രൊജക്റ്റ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്നും നോക്കുമ്പോൾ ഞാനും കൂടെ കൂടിയാണ് ചെയ്യാനൊക്കെ കൂടുന്നത്. അത് കഴിഞ്ഞ് തന്നെ ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ ചോദിക്കും, അപ്പൊ പറയാ ഹോംവർക്ക് ചെയ്തു, എല്ലാം സെൻഡ് ആക്കി എന്നൊക്കെ പറയുമ്പോ ഞാൻ ഓർത്തു അത് കറക്റ്റാണ്. ഞാനും നോക്കിയില്ല, അവള് പറയുന്നത് കേട്ടു. അതാണ്. നീ ശ്രദ്ധിക്കാം. ഓക്കെ, ആതിര മാം ജോയിൻ ആയിട്ടുണ്ട്. ലാംഗ്വേജ് ടീച്ചർ, ഹിന്ദി ടീച്ചർ. മാം എന്താണ് ലക്ഷ്യം? ഹായ് മാം. ലക്ഷ്യനെ പറ്റിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ആള് ഇടക്ക് ലീവ് ആവാറുണ്ട് കുറച്ച്. പിന്നെ കുറെ ഇഷ്യൂസ് ആൾക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ചിലപ്പം ക്ലാസ്സിൽ മൈക്ക് ഓൺ ആവാൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് കമ്പ്യൂട്ടർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റുകൾ പറയും അല്ലേ? പറയുന്നതല്ല, ആള് ശരിക്കും റെക്കോർഡ് ചെയ്തിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ആള് കാണിച്ചു തരാറുണ്ട്. പക്ഷെ അതുകൊണ്ട് ക്ലാസ് അറ്റൻഡീവ് കുറച്ചും കൂടി അറ്റൻഡീവ് ആവണമെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ക്ലാസ്സിൽ അറ്റൻഡീവ് ആവാൻ പറ്റും ആൾക്ക്. അല്ലാത്ത സമയങ്ങളിലെല്ലാം നല്ല ആക്റ്റീവ് ആണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എക്സാം നല്ലോണം എഴുതിയിട്ടുണ്ട് ആള്, ഹിന്ദി എക്സാം. പിന്നെ വർക്ക് അങ്ങനെ അധികം വർക്ക്സ് ഒന്നും പെൻഡിങ് ആയിട്ടില്ല. അത്യാവശ്യം എല്ലാ വർക്ക്സുകളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല മാം. ഇപ്പൊ എന്ത് പറ്റി? 2 ദിവസമായിട്ട് എന്താ പറ്റി ലക്ഷ്യക്ക്? പനിയായിരുന്നു ലക്ഷ്യക്ക്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. അസൈൻമെന്റിന്റെ നല്ല ബുദ്ധിയുള്ള കൊച്ചാ. ക്ലാസ്സൊക്കെ നല്ല ആൻസർ പറയും. പക്ഷെ നമുക്ക് പേപ്പറിൽ കണ്ടാലല്ലേ മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതെ 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 അതെ. നമുക്കറിയാം കൊച്ചിന് പറ്റും, നല്ല കഴിവുള്ള കൊച്ചാണ്. പക്ഷെ കുറച്ച് മടി കൂടുതലാണ്. അതാണ്. അപ്പൊ അത് ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കാം. ശരി ശരി. ആള് ഓറിയന്റേഷൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? വെക്കേഷൻ ക്ലാസ്സില് ടെക് ആൻഡ് ടിങ്കേഴ്സില് ജോയിൻ ചെയ്തിരുന്നോ? എന്താ അതെന്തൊക്കെ പബ്ലിക് സ്പീക്കിംഗ് ഉണ്ടായിരുന്നു. ഏതോ ഒരു ദിവസമൊക്കെയാണ് അവള് എല്ലാ ദിവസവും ഞാൻ കണ്ടിട്ടില്ല അവള് കേറുന്നേ. അപ്പം ഇല്ലാന്ന് ഇല്ലേ? ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് അസസ്മെന്റിനെ പറ്റി. ഇതിപ്പോ നമ്മള് എക്സാം നടത്തിയത് ടേം എൻഡിലാണ്.
അപ്പൊ ഈ ടേമിൽ നമ്മൾ ചെയ്യുന്ന നമുക്ക് 3 തീമാണുള്ളത്. 3 തീം എന്ന് പറയുമ്പോൾ ഒരു തീം 3 ആഴ്ച. അപ്പൊ ഈ 3 വീക്സിന്റെ എൻഡില് നമ്മൾ ആ ഫസ്റ്റ് തീമിന്റെ, അതായത് ആ തീമിന്റെ അസസ്മെന്റ് നടത്തും. റിട്ടേൺ എക്സാമും അതുപോലെ ഒരു പ്രൊജക്ട് കൊടുക്കുന്നുണ്ടാവും. ആ പ്രൊജക്റ്റും ആള് പ്രസന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ആ തീമിന്റെ അത് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഓരോ തീമിന്റെ എൻഡില് നമ്മൾ എക്സാം നടത്തും. പിന്നെ ടേം എൻഡ് ആവുമ്പം കുട്ടിക്ക് ഈ 3 തീമിൽ നിന്ന് ഒരു തീം ചൂസ് ചെയ്യാം. അതിന്റെ പ്രൊജക്ട് ആള് പ്രസന്റ് ചെയ്യുക. അതുപോലെ അതിന്റെ ഒരു ഓറൽ എക്സാം, അതൊരു വൈവർക്ക് പോലെ ഉണ്ടാവും അതിനെ ബേസ് ചെയ്തിട്ട്. അങ്ങനെയാണ് നമ്മളുടെ ഇവാലുവേഷൻ സിസ്റ്റം ഇത്തവണ വരുന്നത്. അതുപോലെ ഒന്നിച്ച് എല്ലാ തീമും കൂടെ ഒന്നിച്ചല്ല, തീം ബേസ് വെച്ചിട്ടാണ്. മാം തീം ബേസ്ഡ് ആയിട്ട് തുടങ്ങിയതിന് ശേഷമുള്ള ഒരു ടേം കഴിഞ്ഞല്ലോ. അപ്പം മാമിന് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ചേഞ്ചസോ ഇംപ്രൂവ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസേണോ എങ്കിലും ഉണ്ടെങ്കിൽ പറയാമോ? നമ്മളെ സിസ്റ്റം മൊത്തം മാറ്റിയപ്പോ എന്തെങ്കിലും മാം ശ്രദ്ധിച്ച ഡിഫറൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ? അധികം ശ്രദ്ധിക്കാൻ പറ്റി എന്തോ വരുവച്ചാ ഇപ്പൊ വരാം. ഇപ്പൊ വരാവേ. ഇതാ വരുന്നു. അത് അവനെ വിളിച്ചു വെച്ച അത് മീറ്റിംഗിലാന്ന് പറഞ്ഞാൽ മതി. വേണ്ട, ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവാ. എനിക്ക് ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ, അവളുടെ കാര്യങ്ങളായിരുന്നു. ഇനി അടുത്ത ടൈമിൽ ഞാനത് നോക്കിയിട്ട് പറയാട്ടോ. അത്രേ ഉള്ളൂ. ശരി ശരി. ഇനി അടുത്ത തവണ ഞാൻ എന്തായാലും ഇതെല്ലാം ശ്രദ്ധിക്കാം. ശരി, ലക്ഷ്യയോട് കുറച്ചും കൂടി ഇത് ശ്രദ്ധിക്കാൻ പറയാം. ശരി ശരി. ഓക്കെ ഓക്കെ മാം, താങ്ക് യു.